പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 10 ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 അപ്പ, സ്തോത്രം അപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാകിയാൽ സ്തോത്രം 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 അപ്പ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല അപ്പയാകിയാൽ സ്തോത്രം 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 സ്തോത്രം. നല്ല വഴികാട്ടിയായി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല കൗൺസിലറായി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല കംഫോർട്ടറായി ദൈവത്തിൻ്റെ ആത്മാവെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, സങ്കീർത്തനം 67 സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൽ നമ്മളോട് കൃപ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൽ കർത്താവ് പിതാവിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കപ്പെട്ടിരിക്കിയാൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ പലവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ബലമുള്ള കരം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, തൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ ആഗ്രഹിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ ആമേൻ യേശു ക്രിസ്തു നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. വയറിനകത്തുള്ള അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. എന്ത് അസ്വസ്ഥതയാണെങ്കിലും അത് ആമേൻ ഏത് തരത്തിലുള്ള രോഗമായാലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും വയറിനകത്ത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ നട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വെരിക്കോസ് വെയിൻ മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തലവെട്ടലുകളും തലയ്ക്കകത്തുള്ള അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവിക സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം, ഈ തിങ്കളാഴ്ച പകൽ അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ആമേൻ. ഇന്ന് എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. 10th ഗ്രേഡേഴ്സിനെ ഓർക്കുന്നു, 12th ഗ്രേഡേഴ്സിനെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എക്സാംസിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവിക ബുദ്ധിയും തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, നിയമപരമായ പ്രശ്നങ്ങളിൽ പല കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ആമേൻ. മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ. ആമേൻ. കർത്താവെ, അതുപോലെ ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം, പരിപാലിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകച്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ പകൽക്കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ, കർത്താവെ, ഇന്നത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി.
ഇന്നത്തെ ദിവസം പല പ്രാവശ്യം നിങ്ങളത് പറയണം. കർത്താവേ, ഇന്നത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മൊബൈലിനകത്ത് റിമൈൻഡർ സെറ്റ് ചെയ്യുക. സമയത്തിന് നിങ്ങളെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്, ഭയങ്കര സന്തോഷം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. അത് വലിയൊരു ബ്ലെസ്സിങ് ആയി മാറിയിരിക്കാൻ സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് 3 കീസ് നമുക്ക് തരികയാണ്. ഒരു സന്തോഷകരമായി, സംതൃപ്തിയോടെ, സമാധാനമായി ജീവിക്കുവാനുള്ള 3 താക്കോലുകൾ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഈ 3 താക്കോലും കിടക്കുന്നത്. അവിടെ പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും, അതായത് എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്, കേൾപ്പാൻ വേഗതയുണ്ടാകണം. 2, പറവാൻ താമസം ഉണ്ടാകണം. 3, കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. 1, കേൾപ്പാൻ വേഗത. നല്ല കേൾക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വളരെ, നമ്മളെല്ലാം കർത്താവിനോട് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മളാരും കേൾക്കാൻ നിൽക്കാറില്ല. എന്നാൽ ഇന്ന് ആദ്യമേ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ലിസണിങ് ഹാർട്ട്, കേൾക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. കേൾക്കുന്ന ഒരു ചെവി നമുക്കുണ്ടാകണം. നമ്മളെപ്പോഴും കർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മളെല്ലാം പറയാൻ, കർത്താവെ അത് ചെയ്യണമേ, കർത്താവെ ഇത് ചെയ്യണമേ എന്ന് പറയാനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബട്ട് നമ്മൾ വളരെ റെയറായിട്ടാണ് കർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നു, കേൾക്കാൻ ചെവി, കേൾപ്പാൻ വേഗത. അതുപോലെ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കുവാൻ തയ്യാറാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഇപ്പം നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാവരും ചാടിക്കേറി സംസാരിക്കുന്നവർ, അത് അഴുക്കാണ് ആക്ച്വലി. ആമേൻ. അങ്ങനെയുള്ള സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, കർത്താവ് എനിക്ക് കേൾക്കുന്ന ചെവി തരണം. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനല്ല, അവർ പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞതിനേക്കാൾ കുറച്ച് സംസാരിക്കാൻ. അതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. അപ്പോൾ കേൾക്കുവാനുള്ള ചെവി ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം. ചിലരെ കണ്ടിട്ടില്ലേ, ആരെങ്കിലും പറയുമ്പോൾ ചാടിക്കയറി പറയും, ഇൻ്റർഫെയർ ചെയ്യും, ഈ ഡിസ്കഷനെ എന്നാ പറയുന്നത് അങ്ങ് വല്ലാത്ത ആക്കി കളയും നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പം ഇന്ന് നമ്മൾ ഒന്നാമത് പഠിക്കേണ്ടത് കേൾക്കുന്നവരായിരിക്കണം, അധികം സംസാരിക്കുന്നവരാകരുത്. വചനപ്രകാരം കേൾക്കുന്നവന്മാരാ ബുദ്ധിമാന്മാർ, കൂടുതൽ സംസാരിക്കുന്നവരല്ല ബുദ്ധിമാന്മാർ. ആമേൻ, ആമേൻ, ആമേൻ. അധരത്തെ കാക്കുന്നവൻ ബുദ്ധിമാൻ എന്ന സദൃശവാക്യം പറയുന്നത്. അതായത് നാവിനെ അടക്കി വെക്കുന്നവനാ ബുദ്ധിമാൻ, അല്ല ഒത്തിരി സംസാരിക്കുന്നവരല്ല ബുദ്ധിമാന്മാർ. അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനമെടുക്കണം, ഞാൻ അധികം സംസാരിക്കത്തില്ല, ഞാൻ കൂടുതൽ കേൾക്കുന്ന ആരായി. രണ്ടാമത്തെ കാര്യം എന്നാ പറഞ്ഞത്? അപ്പോൾ 1 കേൾക്കണം, 2 പറഞ്ഞത് കേൾപ്പാൻ വേഗത, പറവാൻ താമസം. എന്തെങ്കിലും കേട്ടാൽ ഉടനെ ചാടിക്കറി മറുപടി പറയില്ല. വെയിറ്റ്, പരിശുദ്ധാത്മാവുമായിട്ടൊരു ഡിസ്കഷൻ നടത്തണം. അത് നിങ്ങളുടെ ഒരു മീറ്റിങ്ങിൻ്റെ നടുവിലാണെങ്കിലും, ഒരു ഇൻ്റർവ്യൂവിൻ്റെ നടുവിലാണെങ്കിലും, എക്സാംസിൻ്റെ നടുവിലാണെങ്കിലും, നിങ്ങൾ നോർമൽ ടോക്സ് നടക്കുന്നതിനിടയിലാണെങ്കിലും പരിശുദ്ധാത്മാവിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മറുപടി പറയണം. അതുകൊണ്ട് എന്നാ ചെയ്യണം? ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതിനേക്കാളും വേഗത്തിൽ അങ്ങോട്ട് കൊടുക്കരുത്. നമ്മൾ നാട്ടിൽ പറയത്തില്ല, അവൻ പറയുന്നതായിട്ട് ഉരുളക്കുപ്പേരി പോലെ, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ ആളുകൾ പറയുന്നത്. നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പറയാൻ താമസം വേണം. ചാടിക്കയറി സംസാരിച്ച് അബദ്ധങ്ങൾ പറയരുത്. ഏത് നിങ്ങളുടെ ബിസിനസ് കോൺഫറൻസിലാണെങ്കിലും, മീറ്റിങ്സിലാണെങ്കിലും, എക്സാംസിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, എപ്പോഴാണെങ്കിലും വളരെ സൗമ്യമായിട്ട് കേൾപ്പാൻ വേഗത, പറയാൻ താമസമുള്ളവരായിരിക്കുക. മൂന്നാമത് പറഞ്ഞു, കോപിക്കാൻ താമസം. നമുക്ക് വല്ലതും കേട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക. നോ, അതുണ്ടാകരുത്. കോപിക്കുന്ന കാര്യത്തിലും താമസം ഉണ്ടാകണം. അപ്പം വേഗത എന്തിനാ? കേൾക്കാൻ. മറ്റ് 2 കാര്യവും ലേറ്റ് ആയിരിക്കണം. എന്തൊക്കെയാണ്? പറയുന്നതും കോപിക്കുന്നതും. നമുക്കിപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ചാടിക്കയറി നമ്മൾ മറുപടി പറയുന്നു, പ്രതികരിക്കുന്നു, അതൊക്കെ അങ്ങ് ഒഴിവാക്കണം. കർത്താവ് നമ്മളോട് പറയുന്നു, ഈ 3 കീ നമ്മുടെ ലൈഫിൽ സൂക്ഷിച്ചാൽ ഭയങ്കര സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും. നമ്മൾ കോപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ, കാരണം മനുഷ്യൻ്റെ കോപം ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയുള്ള ഉദ്ദേശത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നിയമാനുസൃത ഉപകരണമല്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ കോപിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടണ്ട, നമ്മുടെ വയറ്റിനകത്തുള്ള അസിഡിറ്റി കൂട്ടണ്ട, നമ്മുടെ എൻസൈംസിൻ്റെ അതിൻ്റെ എൻസൈംസിൻ്റെ ലെവലിനെ മാറ്റണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോപിക്കാൻ താമസമുള്ളവരായിരിക്കണം, പറയാൻ താമസമുള്ളവരായിരിക്കണം, കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതം പണിഞ്ഞാൽ, കാരണം മോശയ്ക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോൾ, കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച്
കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കാൻ സൂക്ഷിച്ചോണം. എങ്കിൽ മാത്രമേ സാന്നിധ്യം ഇറക്കത്തുള്ളൂ. അപ്പോൾ തിരുവെഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അനുസൃതമായി ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് കേൾപ്പാൻ എന്തു വേണം? വേഗത വേണം. പറയുവാൻ താമസം, കോപിപ്പാൻ താമസം. കേട്ടോ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങളുണ്ടാകും, ദൈവിക അനുഗ്രഹം വരും. അതുകൊണ്ട് ദൈവം വചനം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you, God bless you, God bless you. മറക്കല്ലേ, രാത്രി ഇന്ത്യൻ സമയം 9:30 കേട്ടോ. God bless you.